ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പത്തിരത്തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ പത്തിരത്തോരനുള്ള ഇലകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ 12 തരം ഇലകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും എന്തൊക്കെയാണെന്നൊന്നുകൂടി പറയാം. അപ്പോൾ ആദ്യം തന്നെ കൊടുത്ത് നമ്മളൊന്ന് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കണം. അതിൻ്റെ ചൊറിച്ചൽ മാറാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇലകളൊക്കെ വൃത്തിയാക്കി എടുക്കാം. ചേനയില, തഴുതാമയില, പൊന്നാങ്കണ്ണി ചീര, പയറിൻ്റെ ഇല, തവരയില, പിന്നെ ചേമ്പിൻ്റെ കൂമ്പയില എടുത്തിട്ടുണ്ട്. ഇത് ഇളവൻ്റെ ഇലയാണ്. അതിൻ്റെ നാര് കളഞ്ഞെടുക്കണേ. എല്ലാറ്റിനും തളിരില വേണം, മൂത്തയിലൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ സാമ്പാർ ചീര എടുത്തു. പിന്നെ ഇത് മത്തൻ്റെ ഇലയാണ്. മത്തൻ്റെ പുറം ഭാഗത്തെ ഞരമ്പാണ് കളയേണ്ടത്, ഇളവൻ്റെ ഉള്ളിലുള്ളതും. പിന്നെ ഇത് വേലിച്ചീര, അടുക്കളച്ചീര എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇത് ചേമ്പിൻ തണ്ടല്ല, ചീരച്ചേമ്പിൻ്റെ ഇലയാണ്, അതും എടുക്കാം. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇലകൾ ഏതൊക്കെയാണോ അതൊക്കെ എടുക്കാം. ലേശം 1-2 കുറഞ്ഞ പോയാലൊന്നും കുഴപ്പമില്ല, അധികമായാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചു, കടുക് പൊട്ടിച്ചു. ഉണക്കമുളകിന് പകരം ഞാൻ പഴുത്ത മുളക് ഇട്ടത്, ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തു. പിന്നെ ചിലവർ അരി മൂപ്പിച്ച് ചേർക്കുന്നവരുണ്ട്, അങ്ങനെ ചേർക്കാം. ശേഷം കാന്താരി ചതച്ചത് ഇട്ടു. പിന്നെയാണ് കഴുകി വെച്ച അരിഞ്ഞ് വെച്ച ഇലകളൊക്കെ ചേർത്തു. ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അടച്ച് വെച്ചൊന്ന് ആവി കയറ്റുക. ആവി വന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി. തളിരില ആയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പോകും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കുമ്പോൾ ഉണക്കമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കാന്താരി ചതച്ചതും പിന്നെ പഴുത്ത മുളകും ഇട്ട് കൊടുത്തു. പിന്നെ വീണ്ടും അതും കൂടെ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യാതിരുന്നത്. പിന്നെ വെളുത്തുള്ളി വേണ്ടുന്നവർക്ക് ഈ സമയത്ത് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഞങ്ങൾക്ക് വെളുത്തുള്ളി പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇടാറില്ല. അപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞു. അതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ വേണമെങ്കിൽ ചതച്ചിട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും തേങ്ങ ചതച്ചിട്ട് കൊടുക്കുക. ഞാൻ വെറുതെ ചിരണ്ടി ഇടുന്നതേ ഉള്ളൂ. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി തട്ടിപ്പൊത്തി ആ തേങ്ങക്കൊന്ന് ആവി കയറാൻ വേണ്ടി വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ഒന്ന് ആവി കയറി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു പത്തിലത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ മഴക്കാലത്ത് പറമ്പുകളിലേക്കൊക്കെ ഇറങ്ങിയാൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഇലകളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴാണ് നല്ല ഫ്രഷ് ഇലകൾ ഉണ്ടാവുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പോഷകമൂല്യങ്ങളൊക്കെ ഉള്ള ഇലകളാണ്, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമുള്ള ഇലകളാണ്. അപ്പോൾ താങ്ക് യു.